നേരത്തെ ഞങ്ങൾ ചോദിച്ച സമയത്ത് പഞ്ചായത്ത് ഭരണാധികാരികളോട് ചോദിക്കുന്ന സമയത്ത് ഇത് ഞങ്ങളല്ല ചെയ്യേണ്ടത്, ഇത് ജൽജീവനാണ് ചെയ്യേണ്ടത് പറയാൻ എന്ത് അധികാരം നിങ്ങൾക്കുള്ളത്? ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞയച്ചവരല്ലേ? നിങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയില്ലേ? അതാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ വികാരം, ജനങ്ങളായ നിങ്ങളുടെ വികാരം ഞങ്ങൾ മനസ്സിലാക്കുന്നു, അത് കൃത്യമായി ഞങ്ങൾ ചെയ്യിച്ചിരിക്കുമെന്നുള്ള മറുപടിയാണ് നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതേ സമയത്ത് ഞങ്ങളല്ല, തരം താണ മറുപടിയാണത്. നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള തരം താണ മറുപടിയാണിത്. ഞങ്ങൾ നേരിട്ട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് ഒരു ധർണയുമായിട്ട് വന്നവരല്ല. ഞങ്ങൾ നിരവധി തവണ പഞ്ചായത്ത് അധികാരികൾക്ക് മുമ്പിൽ പരന്നിലം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പരാതികളുമായിട്ട് ചെന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർമാരെ ഞങ്ങൾ ആദ്യം കണ്ടു. അതിനുശേഷം ഞങ്ങൾ പഞ്ചായത്ത് അധികാരികളെ, പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടു, അവർക്ക് നിവേദനം കൊടുത്തു. അതിനുശേഷം ജൽജീവൻ മിഷൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മടവൂരിലെ ഓഫീസിൽ പോയി അവർക്ക് പരാതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മലാപ്പറമ്പിലെ ഓഫീസിൽ പോയി അവിടെ പരാതി കൊടുത്തു. അങ്ങനെ നിരന്തരമായ പരാതികൾ കൊടുത്താണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ധർണാ സമരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മടവൂർ പഞ്ചായത്തിലെ മുട്ടാഞ്ചേരി പൂവത്തുംപ്രായി പരന്നിലം റോഡ് ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തന ഫലമായി നെടുകെ കീറിപ്പിളർത്തി ഗതാഗതം ദുഷ്കരമായ അവസ്ഥയിലായിരിക്കുകയാണ്. വൃക്കരോഗികളും ഹൃദ്രോഗികളും മറ്റ് അവശതകൾ അനുഭവിക്കുന്നവരുമടക്കം ഒട്ടേറെ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പരന്നിലം കോളനി ഉൾപ്പെടുന്ന ഈ പ്രദേശത്തുകാർ ഈ കൊടും വേനലിൽ കുടിവെള്ളക്ഷാമത്തോടൊപ്പം യാത്രാ ദുരിതവും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പൂവത്തുംപുറായി മുതൽ കരയത്തിങ്കൽ വരെ 1 കിലോമീറ്ററോളം വരുന്ന ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ കോഴിക്കോട് വയനാട് ദേശീയപാതയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമൊക്കെ എത്താൻ സാധിക്കുമെന്നതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. റോഡിൻ്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും പരസ്പരം വശം തെറ്റി പോകുവാൻ സാധിക്കാതെ വന്നതിനാൽ 4 ചക്ര വാഹനങ്ങളുടെ യാത്ര അതീവ ദുഷ്കരമായിരിക്കുകയാണ്. ബസ് സർവീസ് നിലവിലില്ലാത്ത ഈ പ്രദേശത്തേക്കെത്തുവാൻ ഇരുചക്ര വാഹനം ഇല്ലാത്തവർക്ക് ശരണം ഓട്ടോറിക്ഷയാണ്. പുല്ലാളൂരിൽ നിന്നും മടവൂരിൽ നിന്നും ഓട്ടോ വിളിക്കാൻ ശ്രമിച്ചാൽ ഈ ഭാഗത്തേക്ക് ഓട്ടം വരുവാൻ ഇപ്പോൾ ഡ്രൈവർമാർ മടി കാണിക്കുന്നു. അഥവാ അവർ വരാൻ തയ്യാറായാലും അധിക ചാർജ് കൊടുക്കേണ്ടി വരുന്നു. ജൽജീവൻ മിഷനുകാർ കിളച്ചിട്ട റോഡിലൂടെ ഏതൊരു വാഹനം കടന്നുപോയാലും പൊടിപൂരമായി തീരുന്നതിനാൽ റോഡിൻ്റെ പരിസരങ്ങളിലുള്ള വീട്ടുകാരുടെ കാര്യം വളരെ കഷ്ടമാണ്. അഥവാ വർഷകാലം വരുന്നതിനിടയ്ക്ക് ഈ റോഡിൻ്റെ പുനർനിർമ്മാണ ജോലി നടന്നിട്ടില്ലെങ്കിൽ കുത്തിയൊലിക്കുന്ന മഴവെള്ളത്തിൽ മണ്ണൊലിച്ചു പോയി റോഡ് വെറുമൊരു ചാലായി തീരും എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ഇതിക്ക് നിവാരണമുണ്ടാകുന്നതിനായി പ്രദേശവാസികളുടെ പ്രതിനിധികൾ കളക്ടറേറ്റ് മുതൽ ബന്ധപ്പെട്ട മുഴുവൻ സർക്കാർ ഓഫീസുകളിലും പലതവണ കയറി ഇറങ്ങിയതാണ്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പരാതിയുമായി നിരവധി തവണ ചെന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമുണ്ടായില്ലെന്ന് മാത്രമല്ല, പ്രതീക്ഷ നൽകുന്ന യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു സൂചനാ സമരം എന്ന നിലയിൽ ശക്തമായ താക്കീതുമായി വിശുദ്ധ റംസാൻ മാസത്തിലും തീപാറുന്ന വെയിലിനെ വകവെക്കാതെ വീട്ടമ്മമാർ ഉൾപ്പെടുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പ്രദേശത്തെ ഏകദേശം മുഴുവൻ വീടുകളിൽ നിന്നുമുള്ള പ്രദേശവാസികൾ ഇന്ന് മടവൂർ ഗ്രാമപഞ്ചായത്ത് പടിക്കൽ ശക്തമായ ധർണാ സമരവുമായി ഒഴുകിയെത്തിയത്. മുടന്തൻ ന്യായം പലതും പറഞ്ഞ് അധികാരികളെ ഓർത്തോളോ, പറ്റിക്കാൻ ഇനി നോക്കേണ്ട, ഇൻകുലാബ് സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. നികുതി പണമത് വിനിയോഗിച്ച് പണിതീർത്തോരോ റോഡുകളും പൊതുപദ്ധതികളായി തകരുമ്പോൾ നിഷ്ക്രിയരായി നോക്കി നിൽക്കും. ഭരണക്കാരെ ഓർത്തോളോ. പരന്നിലം റോഡ്, അതേപോലെ തന്നെ എതിരമല പരന്നിലം റോഡ് ഗുണഭോക്താക്കളായ എല്ലാ നാട്ടുകാരും എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പ്രതികൂല സാഹചര്യത്തിലും ഇവിടെ വന്ന് ഇത്രയും ബുദ്ധിമുട്ടിയ സമയത്ത് ഈ ചൂട്, വെയിൽ, പിന്നെ നോമ്പ് കാലം, അപ്പോൾ എല്ലാ നിലക്കും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നൊരു സമയത്ത് ഇവിടെ വന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഒരു വർഷക്കാലമായി നമ്മൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു
രണ്ട് ടൂ വീലറിന് പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത രൂപത്തിലാണ് നമ്മളെ റോഡിന് ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ സംഗമിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മളെ സ്ഥിതി വളരെ പരിതാപകരമാണ്. റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള സ്ഥലം ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഈ സമരം ഒരു സൂചന മാത്രമായിട്ടാണ് പറയാനുള്ളത്. ഇനിയും ഇതിനൊരു പരിഹാരം കാണുന്നില്ലെങ്കിൽ നമുക്ക് സമരമുറ മാറ്റേണ്ടി വരും എന്നാണ് ഈ ജാഥയിൽ ഉന്നയിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ എന്ത് പണി പഞ്ചായത്തിൽ നടത്തുകയാണെങ്കിലും ഏത് ഏജൻസി നടത്തുകയാണെങ്കിലും അതെല്ലാം പഞ്ചായത്താണ് അതുമായി എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത്. പഞ്ചായത്ത് എഗ്രിമെൻ്റ് വെച്ചാൽ ഇത്ര മാസത്തിനുള്ളിൽ ആ വർക്ക് തീർക്കണം എന്നുള്ള കണക്കുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 6 മാസക്കാലമായി ഇതിൻ്റെ ആളുകൾ നിരന്തരം പഞ്ചായത്തും വാട്ടർ അതോറിറ്റിയും ജൽജീവൻ്റെ ഓഫീസൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിയുണ്ട്. കളക്ടറുടെ വരെ അടുത്ത് നമ്മൾ പോയി. ഇതിലൊന്നും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയും ഇത്തരത്തിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പരിപാടി മാറ്റി ഇതാക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സമരത്തിന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇങ്ങനെയൊരു ധർണാ സമരം മടവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് നടത്തേണ്ട ഗതികേട് പരനില നിവാസികൾക്ക് വരുത്തിവെച്ചത് ഈ പഞ്ചായത്തിൻ്റെ ഭരണം കൈയാളിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികളും അതേപോലെ തന്നെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജൽ ജീവൻ മിഷൻ്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമാണ് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ യാത്രാ സൗകര്യം അത് പാടെ തകർത്തുകൊണ്ടുള്ള ഒരു നിലപാടാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പരനിലം പ്രദേശത്തേക്ക് വരാവുന്ന 2 റോഡുകളും ഒരേ സമയം വെട്ടിപ്പൊളിച്ചുകൊണ്ട് ആ പ്രദേശത്തേക്ക് കടന്നു വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് വരുത്തിക്കൊണ്ട് ആ പ്രദേശത്ത് താമസിക്കുന്ന വയോജനങ്ങളായിട്ടുള്ള വ്യക്തികൾക്ക് മുട്ടാഞ്ചേരിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ചികിത്സയ്ക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇന്ന് മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ വാഹനങ്ങൾ സ്കൂളിൻ്റെ വാഹനങ്ങൾ പ്രദേശത്തേക്ക് വരാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരികയാണ്. പൈമ്പാലിശ്ശേരിയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പ്രദേശത്തേക്ക് നേരത്തെ 45-50 രൂപ കൊടുത്ത സ്ഥാനത്ത് 60-70 രൂപ പിരിച്ചു വാങ്ങുന്ന തരത്തിലേക്ക് ഓട്ടോറിക്ഷക്കാർ മാറുകയാണ്. കാരണം ആ റോഡിൽ കൂടി അവരുടെ വാഹനവുമായി വന്നാൽ എതിർദിശയിൽ നിന്ന് മറ്റൊരു വാഹനം കടന്നു വന്നാൽ സൈഡ് കൊടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അവരുടെ വാഹനത്തിൻ്റെ ടയറുകൾ വലിയ കല്ലിന് മുകളിലേക്ക് കയറുകയും അതേപോലെ തന്നെ പാതി വെട്ടിപ്പൊളിച്ച റോഡിൻ്റെ സൈഡിൽ ഉരയുകയും ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള നഷ്ടം അവർക്ക് സംഭവിക്കുന്നു. അതുകൊണ്ട് ആ പ്രദേശത്തേക്ക് ഞങ്ങൾ വാഹനവുമായി കടന്നു വരില്ല എന്നാണ് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രദേശത്തെ ജനതയെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്കാണ് ഈ ജൽജീവൻ മിഷൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്തിനകത്ത് എല്ലാ റോഡുകൾക്കുമുള്ള ആ റോഡുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയമായിട്ട് ഇത് മാറുകയാണ്. ഞങ്ങൾ നേരിട്ട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് ഒരു ധർണയുമായിട്ട് വന്നവരല്ല. ഞങ്ങൾ നിരവധി തവണ പഞ്ചായത്ത് അധികാരികൾക്ക് മുമ്പിൽ പരനിലം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പരാതികളുമായിട്ട് ചെന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർമാരെ ഞങ്ങൾ ആദ്യം കണ്ടു. അവരുടെ മാനസികപരമായിട്ട് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഞങ്ങളോട് ഇങ്ങോട്ട് പ്രതികരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ പഞ്ചായത്ത് അധികാരികളെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടു, അവർക്ക് നിവേദനം കൊടുത്തു. അതിനുശേഷം ജൽജീവൻ മിഷൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മടവൂരിലെ ഓഫീസിൽ പോയി അവർക്ക് പരാതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മലാപ്പറമ്പിലെ ഓഫീസിൽ പോയി അവിടെ പരാതി കൊടുത്തു. അങ്ങനെ നിരന്തരമായ പരാതികൾ കൊടുത്താണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ധർണാ സമരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഈ സമരത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ
നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ പൊള്ളുന്ന വെയിലത്തും ഈ ഒരു റംസാൻ മാസക്കാലത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു ധർണാ സമരത്തിന് ഞങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതം എത്രമാത്രം വലുതാണ് എന്ന് ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെ അധികാരികൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏത് പ്രോജക്റ്റും വരട്ടെ, ഏത് പ്രൊജക്റ്റുകളും പഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമാണ്, അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കപ്പെടുമ്പോൾ ജനങ്ങൾ ദുരിതത്തിലാകുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ദീർഘവീക്ഷണം എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾക്കും ഭരണാധികാരികൾക്കും ഇല്ലാതെ പോയത് എന്നാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ റോഡുകൾ ഒരേ സമയം ഇതേപോലെ പൊട്ടിപ്പൊളിക്കുന്ന അവസ്ഥയിലേക്ക് ഇതിൻ്റെ പ്രവൃത്തി നടത്തേണ്ടതുണ്ടായിരുന്നോ? നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏതെങ്കിലും 3 വാർഡുകളിൽ ആദ്യം റോഡുകൾ കീറി ആ റോഡുകൾ നന്നാക്കിയതിന് ശേഷം അടുത്ത വാർഡുകളിലേക്ക് കടന്നു വന്നാൽ പോരായിരുന്നോ? ഒന്നിച്ച് പഞ്ചായത്തിലെ എല്ലാ റോഡുകളും കീറിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ദുരിതാവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്കും മെമ്പർമാർക്കുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു പ്രോജക്റ്റ് വന്നാൽ ആ പ്രോജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനും അത് പഠിക്കാനും അത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദീർഘവീക്ഷണത്തോട് കൂടി നടപ്പിൽ വരുത്താനുമുള്ള ആർജവം കാണിക്കുന്നിടത്ത് പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരെ സമീപിക്കുമ്പോൾ അവർ പ്രസിഡന്റിൻ്റെ മേലേക്ക് ഇതിൻ്റെ എല്ലാ അസ്ത്രങ്ങളും അയക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പ്രസിഡന്റ് നേരെ ജൽമിഷൻ്റെ അടുത്തേക്ക് ഇതിൻ്റെ അസ്ത്രങ്ങൾ അയക്കുകയാണ്. ഞങ്ങൾ ആരുടെയെല്ലാം എടുത്തുപോയി അവസാന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ധർണാ സമരത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഇത് തന്നെ ഇത്തരത്തിലുള്ള ഒരു ധർണാ സമരത്തിലേക്ക് ഈ ജനങ്ങളെ മാറ്റിയെടുത്തത് ഞങ്ങളൊക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടാണ് എന്നുള്ളത് കൂടി ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. പഞ്ചായത്ത് ഓഫീസ് മാർച്ച്, പഞ്ചായത്ത് ഓഫീസ് പിക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ള അതിരൂക്ഷമായ സമരപരിപാടികളിലേക്ക് കടന്നു പോകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടത്. അത് തൽക്കാലം നമ്മൾ പടിപടിയായിട്ട് തുടങ്ങുക, ഒരു സൂചനയിലൂടെ നമ്മൾ ഭരണാധികാരികൾക്ക് മുമ്പിൽ നമ്മുടെ അവകാശം ഉന്നയിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ധർണാ സമരത്തിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. അത് ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പല മെമ്പർമാരും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, പഞ്ചായത്തിനകത്ത് ഈ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ കേവലം 64 കിലോമീറ്റർ റോഡിൻ്റെ കീറാനുള്ള അനുമതി മാത്രമായിരുന്നു കൊടുത്തത്. ആ 64 കിലോമീറ്റർ റോഡ് നന്നാക്കാനുള്ള ഫണ്ടും പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പദ്ധതി ആരംഭിച്ച് പല പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളമാണല്ലോ, മലമുകളിൽ താമസിക്കുന്ന ആളുകൾ ആവശ്യവുമായി മെമ്പർമാരെ സമീപിച്ചപ്പോൾ ആ മെമ്പർമാരൊക്കെ അവിടേക്ക് കീറി ഇവിടേക്ക് കീറി എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി പഞ്ചായത്തിലെ റോഡുകൾ കീറുകയാണ്. അങ്ങനെ 114 കിലോമീറ്റർ റോഡ് പഞ്ചായത്തിനകത്ത് കീറുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അങ്ങനെ 114 കിലോമീറ്റർ റോഡിന് വേണ്ടി റോഡുകൾ വെട്ടിപ്പൊളിച്ചപ്പോൾ കേവലം 64 കിലോമീറ്റർ റോഡിനുള്ള ഫണ്ട് മാത്രമേ അതിൻ്റെ മെയിൻ്റനൻസ് തീർക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ബോർഡ് വകവിരുത്തിയിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബാക്കിയുള്ള റോഡുകൾ വെട്ടിപ്പൊളിച്ചതിനുള്ള ഫണ്ട് ഇല്ല എന്നാണ് പറയുന്നത്. ഈ ഫണ്ട് അനുവദിക്കേണ്ടതും ആ അനുവദിച്ചതിന് ശേഷം മാത്രം ഇത് വെട്ടിക്കീറാനുള്ള അനുമതി കൊടുക്കുകയുമായിരുന്നു പഞ്ചായത്ത് ചെയ്യേണ്ടിയിരുന്നത്, മെമ്പർമാർ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികളായിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. അവിടെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി കാര്യം കൈകാര്യം ചെയ്യുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ചിത്രമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമരമുഖത്തേക്ക് ഞങ്ങളെ പ്രദേശവാസികളെ രോഗികളായിട്ടുള്ള ഒരുപാട് പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്. നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിക്കുകയുണ്ടായി, ആർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട് പ്രദേശത്ത്. ആർട്ടിന് ഇനി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡേറ്റിനു വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്. അവരെ ആ പ്രദേശത്ത് കൂടി മറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഇതൊക്കെ തന്നെ ഞങ്ങളുടെ സങ്കടത്തിൻ്റെ, ഞങ്ങളുടെ കണ്ണീരിൻ്റെ കഥനകഥയാണ് ഈ അധികാരികളുടെ മുമ്പാകെ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് ആരോടോ വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള വേർതിരിവുകളോ അല്ലെങ്കിൽ പ്രതിഷേധമോ ഇല്ല. സ്ഥായിയായി പ്രദേശവാസികളുടെ വികാരം നിങ്ങൾ അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുള്ളിൽ അർപ്പിതമായ കടമ എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് മുമ്പാകെ വന്ന് സംസാരിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഈ യാത്രാ ദുരിതം മാത്രമല്ല, രോഗികളായ പലർക്കും പൊടിശല്യം. ഈ ഭാഗത്തു കൂടി എന്തെങ്കിലും ഒരു വാഹനം പോയി കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഒരു പുകമറയാക്കി മാറ്റുന്ന ഒരു അവസ്ഥ റോഡ് സൈഡിൽ താമസിക്കുന്നവർക്കുണ്ട്. അതുമൂലം ശ്വാസം മുട്ടും പല രോഗങ്ങളും വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ആ മിനിറ്റ്സ് ഞങ്ങൾ പരിശോധിച്ച സമയത്ത് അതിൽ കണ്ടത് ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇവിടുത്തെ വിഷയം അവതരിപ്പിക്കാൻ പോയ ഇവിടുത്തെ അംഗങ്ങൾ പറഞ്ഞത്
ഇനിയും കീറാനുള്ള ഇതുവരെ പൈപ്പിടാത്ത 7 റോഡുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് കീറി പൈപ്പിടാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മെമ്പർമാർ കേൾക്കണം, ആ മിനിറ്റ്സിൻ്റെ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ പൊട്ടിപ്പൊളിച്ച് 6-7 മാസം ദുരിതം അനുഭവിക്കുന്ന അവിടെ പാച്ച് വർക്ക് പോലും ചെയ്യാതെ നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളത്? നിങ്ങൾ പുതിയ റോഡ് വീണ്ടും പൊളിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൈപ്പിടാൻ പറയുന്നു. ഇവിടെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് പഞ്ചായത്തിന് അനുവദിച്ച് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് എന്താണോ ജനക്ഷേമകരമായി ചെയ്യേണ്ടത് അത് അടിയന്തര സ്വഭാവത്തിൽ നിങ്ങൾ ചെയ്തിരിക്കണം. അതിൻ്റെ പരാജയം തന്നെയാണ് ഞങ്ങൾ ജനങ്ങളിവിടെ അന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ ഒന്ന് ചോദിക്കുന്ന സമയത്ത് നേരത്തെ സംസാരിച്ചവരോട് പറഞ്ഞു, നേരത്തെ ഞങ്ങൾ ചോദിച്ച സമയത്ത് പഞ്ചായത്ത് ഭരണാധികാരികളോട് ചോദിക്കുന്ന സമയത്ത് ഇത് ഞങ്ങളല്ല ചെയ്യേണ്ടത്, ഇത് ജലജീവനാണ് ചെയ്യേണ്ടത് പറയാൻ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത്? ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞയച്ചവരല്ലേ? നിങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയില്ലേ? അതാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ വികാരം, ജനങ്ങളായ നിങ്ങളുടെ വികാരം ഞങ്ങൾ മനസ്സിലാക്കുന്നു, അത് കൃത്യമായി ഞങ്ങൾ ചെയ്യിച്ചിരിക്കുമെന്നുള്ള മറുപടിയാണ് നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതേ സമയത്ത് ഞങ്ങളല്ല, തരം താണ മറുപടിയാണത്. നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള തരം താണ മറുപടിയാണിത്. അതുകൊണ്ട് ജനക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ജയ് ഭാരത്. ഏറെ ഈ വേനൽക്കാലത്ത് എല്ലാ ദുരിതങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നുള്ളത് ഇത്രയും വലിയൊരു രൂക്ഷമായൊരു പ്രശ്നം, നാട്ടുകാർ ഇത്രയും കാലമായിട്ട് അനുഭവിക്കുന്ന ഈ വലിയൊരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിനിവിടെ എത്തിച്ചേർത്തിട്ടുള്ള എല്ലാവരെയും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിൽ എൻ്റെ നന്ദി അറിയിക്കുകയാണ്.